കർണാടകയിലെ കള്ളവോട്ട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ്. രാഹുൽ കാണിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയ രേഖയല്ലെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെളിവ് ഹാജരാക്കിയാൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷൻ. ക്രമക്കേടിനെതിരെ സമൂഹ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച്. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം. മരിച്ചത് ആംബുലൻസിലെ രോഗിയും കാറിലെ യാത്രക്കാരിയും. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു. തിരുവനന്തപുരത്ത് കാർ ഓടിച്ചു പഠിക്കുന്നതിനിടെ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. വഴിയാത്രക്കാരടക്കം 5 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന് കാരണം ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയത്. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് പിടി വീഴുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്താൻ വാട്സാപ്പ് സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. താമരശ്ശേരി ചുരത്തിലൂടെ അപകട യാത്ര. യാത്രക്കാരൻ കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ലെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും വിമർശനം. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ലെന്നും രാജ്നാഥ് സിംഗ്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സാധ്യത തേടി ബെവ്കോ. ശുപാർശ സർക്കാരിന് സമർപ്പിച്ചു. താൽപര്യം പ്രകടിപ്പിച്ച് സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് മന്ത്രി എം ബി രാജേഷ്.